ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കോടിയില്ല ലക്ഷക്കണക്കിന് പൈസ ഇട്ട ആൾക്കാർ 10 ലക്ഷം, 20 ലക്ഷം, 40 ലക്ഷം, 70 ലക്ഷം ഒക്കെ ഇട്ട ആൾക്കാർ, ഫാമിലിയിൽ നിന്ന് 1 കോടി പിരിച്ചു കൊണ്ടുപോയി ഇട്ട ആൾക്കാർ ഒക്കെ കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? പ്രതാപൻ സാർ അല്ല ശ്രീന മാഡം നമുക്ക് പൈസ തിരിച്ചു തരും എന്ന് അവർ സ്വപ്നം കാണും. എന്നാൽ ഒരു സത്യം പറയട്ടെ, വെറും 3 ലക്ഷം രൂപ 3100 കോടി കൈറ്റേ കൂടെ വന്നു പോയ സമയത്ത്, ഒരു വർഷം 3100 കോടി രൂപ ഇവരുടെ കമ്പനിയുടെ ടേൺ ഓവർ ആയിരുന്ന കാലത്ത് പോലും തൃശ്ശൂരുള്ള ഷീബ എന്ന വ്യക്തിയുടെ 3 ലക്ഷം രൂപ കൊടുക്കാത്തതാണ് ഈ കമ്പനി. 3100 കോടി രൂപ ഉണ്ടായ സമയത്ത് വെറും 3 ലക്ഷം പോലും കൊടുത്തു തീർക്കാത്ത ഒരാള് നിങ്ങൾക്ക് ഈ 212 കോടി രൂപ വീതിച്ച് തരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. വളരെ കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ് നിങ്ങളെ ഓർത്ത്. അതിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വളരെ കഷ്ടത്തിലുമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവരവർ ചെയ്യേണ്ടത് അവർ തന്നെ ചെയ്യേണ്ടി വരും. അല്ലാതെ കമ്പനിയെ പ്രതീക്ഷിച്ച്, ലീഡറെ പ്രതീക്ഷിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും തന്നെ കിട്ടുകയില്ല എന്നാണ് പറയാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ജില്ലാ കലക്ടറെ, നിങ്ങളുടെ ഏതാണോ ജില്ല, ആ ജില്ലാ കലക്ടറെ പോയി കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. പരാതി കൊടുക്കലൊക്കെ പിന്നെയാണ്. ഈ കമ്പനിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഈ കമ്പനി നിയമപരമായിട്ട് തിരിച്ചു വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ ആയിരക്കണക്കിന് ആൾക്കാരെ പറ്റിച്ച ലീഡർമാർ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലിരുന്ന് പോസിറ്റിവിറ്റി മാത്രം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണമുണ്ടാവില്ല എന്നുള്ളതാണ്. ബൈ.